മനുഷ്യൻ്റെ സംസാരം നമ്മൾ അങ്ങോട്ട് സംസാരിച്ച ജിന്ന് കേൾക്കോ? ജിന്ന് സംസാരം ഇങ്ങോട്ട് കേൾക്കും നമ്മൾ പറഞ്ഞു. സാഹിറന്മാർ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് പിന്നെ ചെവിയിൽ കുറുകി കൊടുക്കുന്നവർ കേൾക്കുന്നുണ്ടല്ലോ. ഇനി മനുഷ്യൻ്റെ സംസാരം അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കൊടുത്താൽ പിശാച് ഓടും. അപ്പോൾ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ മനുഷ്യന്മാർക്ക് കഴിയുണ്ടല്ലോ. ഒരു സ്ഥലത്ത് ബാങ്ക് ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ശബ്ദം പിശാച് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ശബ്ദത്തോട് പിശാച് പ്രതികരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? കാര്യകാരണമുള്ളതുകൊണ്ട്. കാരണം നമ്മുടെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദം കേട്ടിട്ട് അവൻ ഓടുകയാണ്. വിശ്വാസം പറഞ്ഞു, അവൻ ഒരു ലുറാത്തിലൂടെ ഓടുന്നതാണ് പ്രവാചകൻ പറഞ്ഞത്. ഇഖാമത്തുറത്ത പിന്നെ ഓടും. അതേസമയത്ത് ബാങ്ക് കേട്ടിട്ട് മരിച്ചാൾ ഓടുന്നുള്ള വിശ്വസിക്കാൻ പറ്റുമോ? വരില്ലല്ലോ. ബാങ്ക് കേട്ടാൽ ശൈത്താനാണ്. അപ്പം ബാങ്ക് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണം ഉണ്ട്. ഇനി മാത്രം നമുക്കറിയാം പിശാചിൻ്റെ പല പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ല ചൊല്ലി ഭക്ഷണം കഴിക്കണം. ബിസ്മില്ല ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ ശൈത്താൻ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ശൈത്താന് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൽ തടയാൻ ആർക്ക് കഴിയും? നമുക്ക് കഴിയും. അതേ സമയത്ത് മരിച്ച ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. മരിച്ച ഒരാളുടെ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ഓനൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഇവിടെ ശൈത്താൻ ഉണ്ടെങ്കിൽ ആ ശൈത്താനെ ആയത്തുൽ കുർസി റസൂൽ ആയത്തുൽ കുർസി ഓതിയാൽ അവനോടും. ആയത്തുൽ കുർസി ഓതിയാൽ ഉറക്കത്തിൽ അവൻ ഉപദ്രവിക്കാൻ കഴിയില്ല. അതൊക്കെ ഹദീസിലുള്ളതാണല്ലോ. ഇതെല്ലാം ഹദീസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് കാര്യകാരനുണ്ട്, അങ്ങോട്ട് കാര്യകാരനാണെങ്കിൽ ആയത്തുൽ കുർസി അതിൽ ഓടുന്നുള്ള എന്താ കാര്യകാരണം? ആയത്തുൽ കുർസി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ശൈത്താൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന റസൂൽ പറഞ്ഞാലോ, എംഫുർ ശൈത്താൻ. അപ്പോൾ അതിൽ കാര്യകാരൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഓടുന്നത്. നമ്മൾ ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന് അനുകൂലമായി അവൻ പ്രതികരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ, നിങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലണം. ബിസ്മില്ല അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബൂസിൽ വൽ എന്തിനാണ് ബിസ്മി ചൊല്ലണത്? നിങ്ങളുടെ ഔറത്തവൻ കാണാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബിസ്മി ചൊല്ലുന്നതോടുകൂടി നമ്മുടെ ഈ ബിസ്മിയോടുകൂടി എന്ത് ചെയ്യുന്നു? അവന് കിട്ടുന്ന ഒരു ആനുകൂല്യം അവിടെ മറക്കപ്പെടാണ്. കാരണം നമ്മൾ അവൻ്റെ പ്രവർത്തനത്തിനും അവൻ്റെ കാഴ്ചക്കും ഒരു പരിധി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ്. നിങ്ങൾ ഖുർആൻ ഒതുക്കാൻ ഇസ്തിആദ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞാൽ എന്ത് ചെയ്യും? പിശാച് നമ്മളെ വസ്വാസാക്കുന്നതിലും ഉപദ്രവിക്കുന്നതിനൊരു സംരക്ഷണം ഉണ്ടാവും. അപ്പം ഇങ്ങനെ പ്രവാചകൻ്റെ ഒരുപാട് ഹദീസുകളിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലേക്ക് വരാതെ നോക്കാനും നമ്മൾ പിശാചിനെ തന്നെ അകറ്റാനും അവൻ്റെ പ്രവർത്തനു അള്ളാഹുവിൻ്റെ വശത്ത് നീ പുറത്തു പോകും. അപ്പോൾ പ്രവാചകൻ്റെ വാക്ക് കേട്ട് ശൈത്താൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ശബ്ദം കേൾക്കുന്ന അവസ്ഥ ഉണ്ട്, ഇങ്ങോട്ടും ശബ്ദം കേൾക്കുന്ന അവസ്ഥ ഉണ്ട്. മാത്രം